ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 9ാമത്തെ ചാപ്റ്ററാണ്. വീണ്ടും വീണ്ടും കൂട്ടുമ്പോൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഗുണനത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചേർത്ത് വരയ്ക്കൂ. മക്കളെ, ഇവിടെ നമുക്കിവിടെ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? ഗുണന പട്ടിക നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 1 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു തീർത്തിട്ടുണ്ടല്ലോ. 1ന്റെ ഗുണന പട്ടിക നമുക്ക് വളരെ സിമ്പിളാണ് അല്ലേ. 1 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും അതേ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം ലഭിക്കുന്നത്. പിന്നെ 2ന്റെയും 3ന്റെയും 4ന്റെയും 5ന്റെയും 6ന്റെയും 7ന്റെയും 8ന്റെയും 9ന്റെയും 10ന്റെയും ഗുണന പട്ടികകൾ ഇതാ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗുണന പട്ടിക അറിയാത്ത മക്കൾ എന്ത് ചെയ്യുക? ഇത് നോക്കി എഴുതിയെടുക്കുക പുസ്തകത്തിലേക്ക്. ശേഷം മാത്രം ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ചേർത്ത് വരയ്ക്കൂ. ഇവിടെ കുറച്ച് ഗുണനക്രിയകളും അതുപോലെ ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. ആ ഗുണനക്രിയകൾ ഏത് ഉത്തരത്തിലേക്കാണോ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണോ അതിലേക്ക് വരച്ചു യോജിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യത്തേത് നോക്കൂ. 3 ഗുണിക്കണം 2. സിമ്പിളാണ് അല്ലേ. 3ലേക്ക് 2 ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം 3 ഗുണിക്കണം 2 എന്നുള്ളത് 6 കിട്ടുന്നത്. ഇനി 5 ഗുണിക്കണം 2 എന്താണ്? 10. പിന്നെ 3 ഗുണിക്കണം 3 9. ഇനി ഈ വശത്തുള്ളത് നോക്കൂ. 4 ഗുണിക്കണം 2 8. 7 ഗുണിക്കണം 2 14. 6 ഗുണിക്കണം 4 24. 8 ഗുണിക്കണം 2 16. 9 ഗുണിക്കണം 2 18. ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് 2ന്റെയും 3ന്റെയും ഗുണനപ്പട്ടികകൾ മാത്രമാണ്. 4ന്റെയും ഒന്നുണ്ട് അല്ലേ, ഗുണനപ്പട്ടികകൾ മാത്രമാണ് കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ഒളിഞ്ഞിരിക്കുന്നത് ആര്? നമുക്കിവിടെ കുറച്ച് സംഖ്യകൾ എഴുതിയിട്ട് കളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കുറച്ച് ക്രിയകൾ അവിടെ തന്നിട്ടുണ്ട്, ഗുണനക്രിയകൾ. അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ആ ഉത്തരം വരുന്ന സംഖ്യകൾ നമുക്ക് തന്നിട്ടുള്ള കളങ്ങളിൽ ഉണ്ടെങ്കിൽ അതിന് നിറം കൊടുക്കുക. അപ്പൊ നമുക്ക് ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം 8 ഗുണിക്കണം 4. 4ന്റെ ഗുണന പട്ടിക അറിയില്ലേ മക്കളെ? ഇതാ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതെടുത്ത് നോക്കുക. 8 ഗുണിക്കണം 4 എത്രയാണ്? 32. അപ്പൊ അതിൽ 32ന് നിറം കൊടുക്കൂ. 5 ഗുണിക്കണം 1. സിമ്പിളാണ്. 1 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും ഉത്തരം ആ സംഖ്യ തന്നെയാണ്. അപ്പൊ 5 ഗുണിക്കണം 1 5. 5ന് നിറം കൊടുക്കുക. 6 ഗുണിക്കണം 3 18. 18ന് നിറം കൊടുക്കുക. 1 ഗുണിക്കണം 2 2. 2ന് നിറം കൊടുക്കുക. 6 ഗുണിക്കണം 4 എത്രയാണ്? 24. 24ന് നിറം കൊടുക്കുക. 4 ഗുണിക്കണം 2 8. 8ന് നിറം കൊടുക്കുക. 7 ഗുണിക്കണം 10 70. 70ന് നിറം കൊടുക്കുക. 6 ഗുണിക്കണം 6 36. 36ന് നിറം കൊടുക്കുക. 9 ഗുണിക്കണം 5 45. 45ന് നിറം കൊടുക്കുക. 9 ഗുണിക്കണം 6 54. 54ന് നിറം കൊടുക്കുക. അപ്പൊ നമുക്ക് അവസാനമായിട്ട് കിട്ടിയത് ആരെയാണ് മക്കളെ? മനോഹരമായിട്ടുള്ള മീനാണ് അല്ലേ. കണ്ടുപിടിക്കാമോ? മരം എത്ര, കിളി എത്ര? ഒരു മരത്തിൽ 1 കിളി വീതം ഇരുന്നാൽ 1 കിളി ബാക്കി വരും. ഒരു മരത്തിൽ 2 കിളി വീതം ഇരുന്നാൽ 1 മരം ബാക്കി വരും. എങ്കിൽ മരം എത്ര, കിളി എത്ര? അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത് മക്കളെ? നമുക്കിവിടെ ഓരോ സംഖ്യകളായിട്ട് നോക്കേണ്ടി വരും. അപ്പോ എന്തായാലും കിളികളെ ചുരുങ്ങിയത് 2 ഉണ്ട് അല്ലെ. കാരണം എന്താണ്? ഒരു മരത്തിൽ 2 കിളികൾ വീതം ഇരുന്നാൽ 1 മരം ബാക്കി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചുരുങ്ങിയത് 2 കിളികൾ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആദ്യം 2 മരവും 2 കിളികളും നോക്കാം. 2 കിളികളാണെങ്കിൽ 2 കിളിക്ക് ഓരോ മരത്തിൽ ഓരോ കിളിക്ക് വീതം ഇരുന്നൂടെ? അപ്പൊ 1 കിളി ബാക്കി വരുന്നില്ല. അപ്പൊ അതല്ല അല്ലെ. അപ്പൊ നമുക്ക് 2 കിളികളും 3 മരങ്ങളും നോക്കാം. ഓരോ മരത്തിൽ ഓരോ കിളികൾ വീതം ഇരുന്നാലും കിളികളൊന്നും ബാക്കി വരുന്നില്ല അല്ലെ, 1 മരമാണ് ബാക്കി വരുന്നത്. അപ്പൊ നമുക്ക് 4 കിളികളും 3 മരങ്ങളും നോക്കാം. 4 കിളികൾ ഓരോ മരത്തിൽ ഓരോ കിളികളെ വീതം ഇരുന്നാൽ 1 കിളി ബാക്കി വരുന്നുണ്ട് അല്ലെ. അതുപോലെ ആദ്യത്തെ മരത്തിൽ 2 കിളികളെ ഇരുത്തി, രണ്ടാമത്തെ മരത്തിൽ 2 കിളികളെ ഇരുത്തി, അപ്പോൾ 1 മരം ബാക്കി വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അല്ലേ? ഉത്തരം ഏതാ വരുന്നത്? 4 കിളികളും 3 മരങ്ങളുമാണ് ഉത്തരം വരുന്നത്. ഇനി ഇവിടെ മറ്റൊരു കുരങ്ങൻ പറയുന്നത് നോക്കൂ. ഞങ്ങൾ എത്ര? ഞങ്ങളെ 2 വീതം കൂട്ടങ്ങളാക്കാം, 3 വീതമുള്ള കൂട്ടങ്ങളും ആക്കാം. 10ൽ താഴെയാണ് എണ്ണം. ഞങ്ങൾ എത്ര പേർ? അപ്പോൾ എങ്ങനെ കാണാം? ആദ്യം 2 പേര് വീതമുള്ള കൂട്ടങ്ങളാക്കി നോക്കാം. അപ്പോൾ 1 കൂട്ടം 2 കൂട്ടം 10ന് താഴെയല്ലേ വരുന്നത്. അപ്പൊ 2 4 6 8
അത്രയും ആളുകളെ, അത്രയും സംഖ്യകളെ നമുക്ക് അങ്ങനെ കൂട്ടങ്ങളാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി 3 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോഴോ 3, 6, 9 അത്രയും ആക്കാം അല്ലെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് 10ന് മുകളിലുള്ള സംഖ്യകളല്ലേ. അപ്പൊ ഇത് രണ്ടിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 6 ആണ്. അപ്പൊ എത്ര കുരങ്ങന്മാരുണ്ട്? 6 കുരങ്ങന്മാരാണ് ഉള്ളത്. പായസ വിതരണം. മീനുവിന്റെ പിറന്നാളാണ്. 3-ാം ക്ലാസ്സിലേക്ക് 4 ട്രേയിൽ പായസം കൊണ്ടുവന്നു. ഒരു ട്രേയിൽ 7 കപ്പ് പായസമുണ്ട്. എത്ര കുട്ടികൾക്ക് പായസം കൊടുക്കാം? 7 കപ്പുകളാണുള്ളത് 4 ട്രേയിൽ അല്ലേ. അപ്പോൾ 7 4 തവണ കൂട്ടി നോക്കിയാൽ പോരെ. അതായത് 7ന്റെ 4 കൂട്ടങ്ങളാണ് ഉള്ളത്. 4 ട്രേ 7 കപ്പ്. അപ്പൊ 7ന്റെ 4 കൂട്ടങ്ങൾ. അപ്പൊ 7 കൂട്ടണം 7 കൂട്ടണം 7 കൂട്ടണം 7 ചെയ്യാം. അത് തന്നെ നമുക്ക് ഗുണനത്തിന്റെ ഭാഷയിൽ എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം 7 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഉത്തരം 28 ആണ്. 2 ട്രേയിലും കൂടി പായസം കൊണ്ടുവന്നപ്പോൾ 2 കപ്പ് പായസം ബാക്കി വന്നു. 3-ാം ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? അപ്പോൾ ഇതുവരെ ഉള്ളത് 28 എണ്ണമാണ്. ഇനി 2 ട്രേ കൂടെ കൊണ്ടുവന്നു. അതായത് ഓരോ ട്രേയിലും 7 കപ്പ് വീതം. അപ്പൊ 2 ഗുണിക്കണം 7 അല്ലേ. പുതുതായി കൊണ്ടുവന്നത് 2 ഗുണിക്കണം 7. 2 ട്രേ 7 കപ്പ് വീതമുള്ള 2 ട്രേ. 2 ഗുണിക്കണം 7 സമം 14. അപ്പോൾ ആകെ അതിൽ നിന്ന് 2 എണ്ണം ബാക്കി വന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഇതുവരെ ഉള്ളത് ചെയ്ത് നോക്കാം. അതായത് ഇതുവരെ ആകെ ട്രേയിൽ കൊണ്ടുവന്ന പായസം എന്ന് പറയുന്നത് ആദ്യത്തെ 28 എണ്ണവും രണ്ടാമത്തെ 14 എണ്ണവും. അപ്പൊ ആകെ കൊണ്ടുവന്ന പായസ കപ്പുകൾ എന്ന് പറയുന്നത് 28 കൂട്ടണം 14 സമം 42 ആണ്. അതിൽ ബാക്കി വന്ന കപ്പ് എന്ന് പറയുന്നത് 2 കപ്പാണ്. അപ്പോ 42 കുറയ്ക്കണം 2 സമം 40 കുട്ടികളാണ് 3-ാം ക്ലാസ്സിലുള്ളത്. അത് തന്നെ നമുക്കിവിടെ ഈ രീതിയിൽ ചെയ്യാം. എത്ര ട്രേയിൽ പായസം കൊണ്ടുവന്നു? ആകെ 6 ട്രേയിലാണ് കൊണ്ടുവന്നത്. ആദ്യം 4 ട്രേയിലും പിന്നെ രണ്ടാമതായി 2 ട്രേയിലും അല്ലെ. അപ്പോൾ 6 ട്രേ. ഒരു ട്രേയിൽ എത്ര കപ്പ് പായസമുണ്ട്? 7 കപ്പ്. ആകെ എത്ര കപ്പ് പായസമായി? 6 ഗുണിക്കണം 7 സമം 42. 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 42 കുറയ്ക്കണം 2 ട്രേ ബാക്കി 2 കപ്പ് ബാക്കി വന്നില്ലേ. 42 കുറയ്ക്കണം 2 സമം 40 കുട്ടികളാണ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് 7ന്റെ ഗുണനപ്പട്ടിക പൂർത്തിയാക്കാനായിട്ട് തന്നിട്ടുണ്ട്. 3 ഗുണിക്കണം 7 സമം 21, 4 ഗുണിക്കണം 7 സമം 28, 5 ഗുണിക്കണം 7 സമം 35, 6 ഗുണിക്കണം 7 സമം 42, 7 ഗുണിക്കണം 7 49, 8 ഗുണിക്കണം 7 സമം 56, 9 ഗുണിക്കണം 7 സമം 63, 10 ഗുണിക്കണം 7 സമം 70. 2-ാം ക്ലാസ്സിലേക്ക്. 2-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ 10 ട്രേ പായസം വേണ്ടി വന്നു. 2-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 10 ട്രേ എന്ന് പറയുമ്പോൾ ഒരു ട്രേയിൽ 7 കപ്പുകളാണുള്ളത്. അപ്പോൾ 10 ഗുണിക്കണം 7 സമം 70 കപ്പുകളാണ് 70 കുട്ടികളാണ് ആകെ 2-ാം ക്ലാസ്സിലുള്ളത്. ഇനി നോക്കൂ മക്കളെ, 7 കപ്പ് വീതം 4 തവണ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 7ന്റെ 4 കൂട്ടങ്ങളാക്കിയാണ് അല്ലെ എഴുതേണ്ടത്. അതായത് ആദ്യത്തെ ഒരു കൂട്ടത്തിൽ 7, രണ്ടാമത്തെ കൂട്ടത്തിൽ 7, മൂന്നാമത്തെ കൂട്ടത്തിൽ 7, നാലാമത്തെ കൂട്ടത്തിൽ 7. അതിന് നമുക്ക് 4 ഗുണിക്കണം 7 എന്നെഴുതാം. സമം 28 ആണ്. ഇനി 4 കപ്പ് വീതം 7 തവണ എന്ന് പറയുമ്പോഴോ 4 വീതമുള്ള 7 ഗ്രൂപ്പുകൾ, 7 കൂട്ടങ്ങൾ. അത് 7 ഗുണിക്കണം 4 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ രണ്ടും എന്താണ്? തുല്യമാണ്. അതായത് 4 ഗുണിക്കണം 7 സമം 7 ഗുണിക്കണം 4 ആണ്. നമ്മൾ ഗുണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിയതുകൊണ്ട് ഉത്തരം മാറില്ല. തണൽ കുടുംബശ്രീ യൂണിറ്റ് കുട നിർമ്മിക്കുന്നുണ്ട്. മീനുവിന്റെ അമ്മയും ഈ യൂണിറ്റിലെ അംഗമാണ്. അവർക്ക് 11 കുടയ്ക്കുള്ള ഓർഡർ കിട്ടി. 3 കുട ഉണ്ടാക്കാനുള്ള കുടക്കമ്പികൾ വീട്ടിലുണ്ട്. ഒരു കുടയ്ക്ക് 8 കുടക്കമ്പികളാണ് വേണ്ടത്. വീട്ടിൽ ആകെ എത്ര കുടക്കമ്പികൾ ഉണ്ട്? അപ്പോൾ ആകെ 3 കുട ഉണ്ടാക്കാനുള്ള കമ്പികളാണുള്ളത്. 8 കമ്പികളാണ് ഒരു കുടയ്ക്ക് വേണ്ടത്. അപ്പോൾ 8 വീതമുള്ള 3 കൂട്ടങ്ങളാണ് അല്ലേ ആക്കേണ്ടത്. അതായത് 8 കൂട്ടണം 8 കൂട്ടണം 8. 3 ഗുണിക്കണം 8 സമം 24 ഉത്തരം. ബാക്കി 8 കുടയ്ക്കുള്ള കുടക്കമ്പികൾ വാങ്ങാനായി അമ്മയോടൊപ്പം മീനുവും പോയി. എങ്കിൽ എത്ര കുടക്കമ്പികൾ വാങ്ങണം? 8 കുടയ്ക്കുള്ള കമ്പികളാണ് വാങ്ങേണ്ടത്. ഒരു കുടയ്ക്ക് 8 കമ്പികളാണ് വേണ്ടത്. അപ്പോൾ 8 ഗുണിക്കണം 8 സമം 64 കമ്പികൾ വാങ്ങേണ്ടി വരും. എങ്കിൽ 11 കുടയ്ക്ക് ആകെ എത്ര കുടക്കമ്പികൾ വേണം? നമ്മൾ എങ്ങനെയാ നോക്കിയത് മക്കളെ? ആദ്യം 3 കുടയ്ക്കുള്ളത് നോക്കി, അപ്പൊ അത് 24 ആണ്. പിന്നെ 8 കുടയ്ക്കുള്ളത് നോക്കി, അത് 64 ആണ്. 24 കൂട്ടണം 64 സമം 88 ആണ് ഉത്തരം. അതല്ല നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. 11 ഗുണിക്കണം 8 ചെയ്താലും മതി. അതല്ലെങ്കിൽ 8നെ 11 തവണ കൂട്ടി നോക്കിയാലും മതി. ഈ ഏത് രീതിയിലും നിങ്ങൾക്ക് കണക്ക് ചെയ്യാം. ഉത്തരം കണക്കാക്കി നോട്ട്ബുക്കിൽ എഴുതൂ.
നമുക്കിവിടെ ഒരു 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒരു പാക്കറ്റ് ക്രയോണിന്റെ വില 8 രൂപയാണ്. ഇത്തരത്തിലെ 6 പാക്കറ്റ് ക്രയോൺ വാങ്ങാൻ എത്ര രൂപ വേണം? 6 പാക്കറ്റുകളാണ് വേണ്ടത്. ഒന്നിന്റെ വില 8 രൂപയാണ്. എങ്ങനെ ചെയ്യാം? 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം 8. 6 തവണ 8 കൂട്ടി നോക്കുക. അതിന് നമുക്ക് എങ്ങനെ കൂടെ ചെയ്യാൻ പറ്റും? 6 ഗുണിക്കണം 8 എന്നുകൂടെ എഴുതാം അല്ലേ മക്കളെ? അപ്പൊ എത്രയാണ് ഉത്തരം? 48 ആണ്. ചോദ്യം 2. മീനുവിന്റെ സ്കൂളിലേക്ക് 8 പേപ്പർ കട്ടർ വേണം. ഒന്നിന് 7 രൂപയാണ് വില. ആകെ എത്ര രൂപയാകും? 7 കൂട്ടണം 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 7. 8 തവണ 7 കൂട്ടി നോക്കുക. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 8 ഗുണിക്കണം 7 എന്നെഴുതിയാലും മതി. ഉത്തരം 56 ആണ്. ചോദ്യം 3. ഒരു കേക്കിനെ 8 കഷ്ണമായി മുറിക്കാം. 5 കേക്ക് വാങ്ങി കഷ്ണങ്ങളാക്കി എത്ര കഷ്ണം കേക്ക് കിട്ടും? അപ്പോൾ ഒരു കേക്കിൽ നിന്ന് 8 കഷ്ണങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള 5 കേക്കുകൾ വാങ്ങി അല്ലേ? അപ്പോൾ 5 തവണ 8 കൂട്ടി നോക്കിയാൽ മതി. 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം 8. അല്ലെങ്കിൽ 5നെ 8 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 ഗുണിക്കണം 8 സമം 40 ആണ് ഉത്തരം. 40 കഷ്ണങ്ങളാക്കി 40 കഷ്ണങ്ങളായിരിക്കും ആകെ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 127 പേജിലെ ചെസ് ബോർഡിലെ ചിത്രം കണ്ടല്ലോ. അതായത് നമ്മൾ പാഠം തുടങ്ങുന്ന സമയത്ത് കണ്ട ചെസ് ബോർഡിന്റെ ചിത്രം. ചെസ് ബോർഡിൽ എത്ര കളങ്ങളിലാണ് കരുക്കളുള്ളത്? ചെസ് ബോർഡിൽ ആകെ എത്ര കളങ്ങളുണ്ട്? ചെസ് ബോർഡിൽ ആകെ 8 കളങ്ങളാണുള്ളത്. അതായത് 8 വരികളും 8 നിരകളുമാണ് ഉള്ളത്. അപ്പൊ ആകെ കളങ്ങൾ എത്രയായിരിക്കും? 8 ഗുണിക്കണം 8 ചെയ്ത് നോക്കിയാൽ മതി. 8 വരികളും 8 നിരകളും അല്ലേ ഉള്ളത്. 8 ഗുണിക്കണം 8 സമം ആകെ 64 കളങ്ങളുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചൈനയിൽ നിന്നും ക്രെയിനുമായി വന്ന കപ്പൽ യാത്രയ്ക്ക് 3 ആഴ്ച എടുത്തു. എത്ര ദിവസമാണ് കപ്പൽ യാത്ര ചെയ്തത്? അപ്പോൾ ഒരാഴ്ചയിലെ ദിവസങ്ങൾ എന്ന് പറയുന്നത് 7 ആണ്. അങ്ങനെയുള്ള 3 ആഴ്ചകൾ എടുത്തു. അപ്പൊ 3 തവണ 7 കൂട്ടി നോക്കിയാൽ പോരെ? 7 കൂട്ടണം 7 കൂട്ടണം 7. അതല്ലെങ്കിൽ 3 ഗുണിക്കണം 7 ചെയ്താലും മതി. ഉത്തരം 21 ആണ്. ഇനി അതിന് താഴെ പൂർത്തിയാക്കുക എന്നൊരു ചോദ്യം കൂടെ ഉണ്ടല്ലേ. 1 2 3 4 5 6 7 8 9 10. ആദ്യത്തേത് 1ന്റെ ഗുണനപ്പട്ടികയാണ്. രണ്ടാമത്തെ നോക്കൂ, 8ന്റെ ഗുണനപ്പട്ടികയാണ് അല്ലേ. 8 16 24 32 40 48 56 64 72 80. അടുത്ത് നോക്കൂ, ഇതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 ആണ്. 7ന്റെ ഗുണനപ്പട്ടികയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 1 ഗുണിക്കണം 7 7, 2 ഗുണിക്കണം 7 14, പിന്നെ 21 28 35 42 49 56 63 70 അങ്ങനെയാണ് വരുന്നത്. സമൂസ കച്ചവടം. മൂസാഖാന്റെ സമൂസ എന്ന് പറയുന്ന ഒരു ചെറിയ കട അവിടെ കണ്ടോ മക്കളെ? ഇനി അതിലെന്താ നടക്കാൻ പോകുന്നത് എന്നുള്ള ചെറിയൊരു ചോദ്യമാണ് കേട്ടോ ഇവിടെ. കുട ഉണ്ടാക്കുന്നവർക്ക് സമൂസ വാങ്ങാനായി മീനുവിന്റെ അച്ഛനും അനുജനും കടയിലെത്തി. ഒരു സമൂസയ്ക്ക് 9 രൂപയാണ് വില. അച്ഛൻ 8 സമൂസ വാങ്ങി. കച്ചവടക്കാരന് എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ഒരു സമൂസയ്ക്ക് 9 രൂപയാണ് വില. 8 സമൂസയാണ് വാങ്ങിയത്. അപ്പോൾ 9 8 തവണ കൂട്ടി നോക്കിയാൽ മതി അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ 8 ഗുണിക്കണം 9 ചെയ്താലും മതി. അപ്പൊ ഉത്തരം എത്രയാണ്? 72 ആണ്. 72 രൂപയായിരിക്കും കച്ചവടക്കാരന് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നോക്കൂ, 9ന്റെ ഗുണനപ്പട്ടിക നമുക്കിവിടെ തന്നിട്ടുണ്ട്. 3 ഗുണിക്കണം 9 സമം 27. 5 ഗുണിക്കണം 9 എത്രയാണ്? ആദ്യം നമ്മൾ 9ന്റെ ഗുണനപ്പട്ടിക മുഴുവനായിട്ട് ഞാൻ ഇവിടെ എഴുതി തരാം. 1 ഗുണിക്കണം 9 9, നോക്കിക്കുക. 2 ഗുണിക്കണം 9 18, 3 ഗുണിക്കണം 9 27, 4 ഗുണിക്കണം 9 36, പിന്നെ 45 54 63 72 81 90 അങ്ങനെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ 3 ഗുണിക്കണം 9 സമം 27 ആണ്. 5 ഗുണിക്കണം 9 സമം 45 ആണ്. 7 ഗുണിക്കണം 9 സമം 63 ആണ്. 9 ഗുണിക്കണം 9 സമം 81 ആണ്. 2 9 ചേർന്നാൽ നമുക്കതിനെ 2 ഗുണിക്കണം 9 എന്ന് എഴുതാം. 2 ഗുണിക്കണം 9 സമം 18. 4 9 ചേർന്നാൽ 4 ഗുണിക്കണം 9 സമം 36. 6 9 ചേർന്നാൽ 6 ഗുണിക്കണം 9 സമം 54. 8 ഗുണിക്കണം 9 സമം എത്രയാണ്? 72 ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് എഴുതാം? 8 9 ചേർന്നാൽ എന്ന് എഴുതാം അല്ലേ. 10 ഗുണിക്കണം 9 സമം 90 ആണ്. അതായത് 10 9 ചേർന്നാൽ 90 ആണ്. 50 ഗുണിക്കണം 9 സമം എത്രയാണ്? അത് കാണാനായിട്ട് നമുക്കറിയാം. 5 ഗുണിക്കണം 9 സമം എത്രയാണ്? 45 ആണ്. അപ്പൊ അതിലേക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ പോരെ? 450. അതായത് 50 9 ചേർന്നാൽ. പിന്നെ 100 ഗുണിക്കണം 9, 109 ചേർന്നാൽ എത്രയാണ്? 10 ഗുണിക്കണം 9 സമം 90 ആണ്. 100 ഗുണിക്കണം 9 ആകുമ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി, 900.
ഗുണിച്ച് കളിക്കാം. നമുക്കിവിടെ ഗുണനപ്പട്ടികകളാണ് തന്നിട്ടുള്ളത്. ആദ്യം 1-ൻ്റേത് 1 ഗുണിക്കണം 1, 2 ഗുണിക്കണം 1, 3 ഗുണിക്കണം 1, 4 ഗുണിക്കണം 1, അങ്ങനെ 10 ഗുണിക്കണം 1 വരെ. പിന്നെ 2-ൻ്റേത് നോക്കിക്കേ, 1 ഗുണിക്കണം 2, 2 ഗുണിക്കണം 2, അങ്ങനെ ഇങ്ങനെ വന്ന് 9 ഗുണിക്കണം 2, 10 ഗുണിക്കണം 2. പിന്നെ 3-ൻ്റേത് അവസാനത്തേത് വരുന്നത് 9 ഗുണിക്കണം 3, 10 ഗുണിക്കണം 3. 4-ൻ്റേതിൽ ഒഴിവുള്ള കളികളിൽ വരുന്നത് 8 ഗുണിക്കണം 4, 9 ഗുണിക്കണം 4, 10 ഗുണിക്കണം 4. പിന്നെ 5-ൻ്റേത് നമുക്ക് 6 ഗുണിക്കണം 5 വരെ തന്നിട്ടുണ്ട്. പിന്നെ 7 ഗുണിക്കണം 5, 8 ഗുണിക്കണം 5, 9 ഗുണിക്കണം 5, 10 ഗുണിക്കണം 5. 6-ൻ്റേത് നമുക്ക് 5 ഗുണിക്കണം 6 വരെ തന്നിട്ടുണ്ട്. പിന്നെ 6 ഗുണിക്കണം 6, 7 ഗുണിക്കണം 6, 8 ഗുണിക്കണം 6, 9 ഗുണിക്കണം 6, 10 ഗുണിക്കണം 6. 7-ൻ്റേത് 4 ഗുണിക്കണം 7 വരെ തന്നിട്ടുണ്ട്. ബാക്കി വരുന്നത് 5 ഗുണിക്കണം 7, 6 ഗുണിക്കണം 7, 7 ഗുണിക്കണം 7, 8 ഗുണിക്കണം 7, 9 ഗുണിക്കണം 7, 10 ഗുണിക്കണം 7. 8-ൻ്റേത് 1 ഗുണിക്കണം 8, 2 ഗുണിക്കണം 8, 3 ഗുണിക്കണം 8 വരെ തന്നിട്ടുണ്ട്. പിന്നെ 4 ഗുണിക്കണം 8, 5 ഗുണിക്കണം 8, അങ്ങനെ 10 ഗുണിക്കണം 8 വരെ. 9-ൻ്റേതും അതുപോലെ തന്നെ 10 ഗുണിക്കണം 9 വരെ എഴുതിയിട്ടുണ്ട്, ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി ചേർക്കുക. നിറം കൊടുത്ത കളങ്ങളിലെ ഉത്തരം കണക്കാക്കി എഴുതൂ. നിറം കൊടുത്ത കളങ്ങളിലെ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ മക്കളെ. അതിലെ ക്രിയകൾ വരുന്നത് ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ച ക്രിയകളാണ് അല്ലേ. അതായത് 1 ഗുണിക്കണം 1, 2 ഗുണിക്കണം 2, 3 ഗുണിക്കണം 3, 4 ഗുണിക്കണം 4, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിലെ ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നത്? 1 ഗുണിക്കണം 1 1 ആണ്, 2 ഗുണിക്കണം 2 4 ആണ്, 3 ഗുണിക്കണം 3 9 ആണ്, 4 ഗുണിക്കണം 4 16, 5 ഗുണിക്കണം 5 25, 6 ഗുണിക്കണം 6 36, 7 ഗുണിക്കണം 7 49, 8 ഗുണിക്കണം 8 64, 9 ഗുണിക്കണം 9 81, 10 ഗുണിക്കണം 10 100. ഇതിലെ മറ്റൊരു ചോദ്യം നോക്കൂ. 8-ാമത്തെ വരിയിലെ ഉത്തരങ്ങൾ എഴുതുക. അവയുടെ പ്രത്യേകത എന്താണ്? 8-ാമത്തെ വരിയിലെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? 8-ാമത്തെ വരിയിലെ ഉത്തരങ്ങൾ 8, 16, 24, 32, 40, 48, 56, 64, 72, 80 എന്നിങ്ങനെയാണ് വരുന്നത്. അവയുടെ പ്രത്യേകത എന്താണ്? ഈ സംഖ്യകളെല്ലാം 8-ന്റെ ഗുണിത ഫലങ്ങളാണ് അല്ലേ. അതായത് 8-ന്റെ ഗുണനപ്പട്ടികയാണ് ഈ വരുന്നത്. 8-ന്റെ ഗുണനഫലങ്ങളാണ് ഇതെല്ലാം. സ്വിച്ച് ഇടൂ, ബൾബ് കത്തിക്കൂ. മീനു ഗണിതമേളയ്ക്കായി ചെയ്തത് നോക്കൂ. സ്വിച്ചിന് താഴെയുള്ള ക്രിയകളുടെ ഉത്തരം വരുന്ന ബൾബുകൾക്ക് സ്വിച്ചിന്റെ നിറം കൊടുക്കുക. സ്വിച്ചും ബൾബും വരച്ച് യോജിപ്പിക്കുക. അപ്പൊ നോക്കൂ, ആദ്യം നമുക്ക് മുകളിലുള്ള ബൾബുകളിൽ 21, 36, 27, 48, 25, 81 എന്ന സംഖ്യകളാണ് തന്നിട്ടുള്ളത്. പിന്നെ താഴെയോ 3 ഗുണിക്കണം 9, 5 ഗുണിക്കണം 5, 7 ഗുണിക്കണം 3, 6 ഗുണിക്കണം 6, 9 ഗുണിക്കണം 9, 6 ഗുണിക്കണം 8 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേത് നോക്കൂ, 3 ഗുണിക്കണം 9. 3 ഗുണിക്കണം 9 സമം എത്രയാണ്? 27 ആണ്. അപ്പൊ 27ലേക്കാണ് വരച്ചു ചേർക്കേണ്ടത്. അതിന് പച്ച നിറം കൊടുക്കണം. പിന്നെ 5 ഗുണിക്കണം 5 25 ആണ്. ആ ബൾബിന് ചുവപ്പ് നിറം കൊടുക്കണം. 7 ഗുണിക്കണം 3 21 ആണ്. ആ ബൾബിന് മഞ്ഞ നിറം കൊടുക്കണം. 6 ഗുണിക്കണം 6 36 ആണ്. അതിന് നീല നിറം കൊടുക്കണം. 9 ഗുണിക്കണം 9 81 ആണ്. അതിന് ഓറഞ്ച് നിറം കൊടുക്കണം. 6 ഗുണിക്കണം 8 സമം എത്രയാണ് മക്കളെ? 48 ആണ്. അതിന് പേർപ്പിൾ കളർ കൊടുക്കണം. ക്രിക്കറ്റ് മത്സരം. ക്രിക്കറ്റ് മത്സരത്തിൽ മീനുവിന്റെ ചേച്ചി 11 സിക്സറും, അതായത് ഒരു സിക്സർ എന്ന് വെച്ചാൽ 6 റൺസ് ആണ്, 15 ബൗണ്ടറി, അതായത് ഒരു ബൗണ്ടറി 4 റണ്ണാണ് അടിച്ചു. ആകെ എത്ര റൺസ് ആണ് ഇങ്ങനെ കിട്ടിയത്? അപ്പൊ എങ്ങനെ ചെയ്യാം മക്കളെ? 11 സിക്സർ ആണ് അടിച്ചത്, അതായത് ഒരു സിക്സ് എന്ന് പറയുന്നത് 6 ആണല്ലേ. 11 സിക്സർ എന്ന് പറയുമ്പോൾ ആകെ റൺസ് എത്രയായി? 11 തവണ 6 കൂട്ടി നോക്കുക. 6 കൂട്ടണം 6 കൂട്ടണം 6 കൂട്ടണം, അങ്ങനെ 11 തവണ കൂട്ടി നോക്കുക. അല്ലെങ്കിൽ 11 ഗുണിക്കണം 6 ചെയ്താലും മതി. ഉത്തരം 66 ആണ്. പിന്നെ 15 ബൗണ്ടറി അടിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 15 തവണ 4 കൂട്ടി നോക്കിയാൽ മതി. 4 കൂട്ടണം 4 കൂട്ടണം 4 കൂട്ടണം, അങ്ങനെ 15 തവണ കൂട്ടി നോക്കുക. അല്ലെങ്കിൽ 15 ഗുണിക്കണം 4 ചെയ്താലും മതി. അപ്പൊ ഉത്തരം എത്രയാണ്? 60 ആണ്. എങ്കിൽ ആകെ റൺസ് 66 കൂട്ടണം 60 സമം 126 ആണ്. അത് തന്നെ നമുക്ക് ഇവിടെ താഴെ എഴുതി തന്നിട്ടുണ്ട്. സിക്സറുകളിൽ നിന്നും കിട്ടിയ റൺസ് 10 പ്രാവശ്യം 6 സമം 60, ഒരു പ്രാവശ്യം 6 സമം 6. അങ്ങനെ 11 പ്രാവശ്യം 6 എന്ന് പറയുമ്പോൾ 66 ആയി. ബൗണ്ടറികളിൽ നിന്നും കിട്ടിയ റൺസ് എന്ന് പറയുമ്പോൾ ആദ്യം 10 പ്രാവശ്യം 4 40 ആണ്. പിന്നെ 5 പ്രാവശ്യം 4 സമം 20 ആണ്. അപ്പോൾ 40 ഗുണിക്കണം 20 സമം 60 ആണ്. ആകെ റൺസ് 66 കൂട്ടണം 60 സമം 126. ഇനി നമുക്ക് അവിടെ 15ന്റെ ഗുണന പട്ടിക തന്നിട്ടുണ്ട്. 15 ഗുണിക്കണം 1 15, 15 ഗുണിക്കണം 2 30,
അങ്ങനെ 15 ഗുണിക്കണം 3 45, 15 ഗുണിക്കണം 4 60, 15 ഗുണിക്കണം 5 75 എന്നിവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് 15 ഗുണിക്കണം 4 കാണാനായിട്ട് അതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള പട്ടികയാണ് കേട്ടോ. ഗുണിക്കാതെ കണക്കാക്കാം. 29 ഗുണിക്കണം 8 എത്രയാണ്? എങ്ങനെ കാണാം മക്കളെ? അതിന് 30 ഗുണിക്കണം 8 എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 240 അപ്പൊ അതിൽ നിന്നും ഒരു 8 കുറച്ച് നോക്കിയാൽ പോരെ? 232 ഉത്തരം. 31 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ 240 ഒരു 8 കൂടെ കൂട്ടിയാൽ മതി. 248. ഇനി 51 ഗുണിക്കണം 5 പറയുമ്പോൾ 255. എങ്കിൽ 50 ഗുണിക്കണം 5 എത്രയായിരിക്കും? 255 നിന്ന് ഒരു 5 കുറച്ചാൽ മതി. 250. 52 ഗുണിക്കണം 5 255 ഒരു 5 കൂടെ കൂട്ടിയാൽ മതി. അപ്പോ 260. വളയുടെ വില. ഒരു ഡസൻ വളയ്ക്ക് 25 രൂപയാണ് വില. മീനു 4 ഡസൻ ചുവപ്പ് വളയും 3 ഡസൻ നീല വളയും വാങ്ങി. ആകെ വില എത്രയാണ്? അപ്പൊ മീനു വാങ്ങിയത് ആകെ 4 ഡസൻ ചുവപ്പും 3 ഡസൻ നീലയുമാണ് അല്ലെ. ഒരു ഡസണിൽ 12 എണ്ണം വളകളാണ് ഉണ്ടായിരിക്കുക. ഒരു ഡസൺ എന്ന് വെച്ചാൽ 12 എണ്ണമാണ് കേട്ടോ. അപ്പൊ ആകെ മീനു വാങ്ങിയത് 4 കൂട്ടണം 3 സമം 7 ഡസൺ ആണ് അല്ലെ. 4 ഡസൻ ചുവപ്പും 3 ഡസൻ നീലയും, അങ്ങനെ 7 ഡസൺ ആണ് ആകെ വാങ്ങിയത്. ഒരു ഡസന്റെ വില 25 രൂപയാണ്. അപ്പൊ 25 7 തവണ കൂട്ടി നോക്കിയാൽ പോരെ മക്കളെ? അല്ലെങ്കിൽ 25 ഗുണിക്കണം 7 ചെയ്താലും മതി. അത് കാണാൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം 20 ഗുണിക്കണം 7 ചെയ്യാം അല്ലെ. അത് സിമ്പിൾ അല്ലേ. 2 ഗുണിക്കണം 7 എന്ന് വെച്ചാൽ 14. അപ്പൊ 20 ഗുണിക്കണം 7 എന്ന് പറയുമ്പോൾ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 140. പിന്നെ ഒരു 5 കൂടെ ബാക്കിയുണ്ട്. അപ്പൊ 5 ഗുണിക്കണം 7 സമം 35. 140 കൂട്ടണം 35, 175 ഉത്തരം. 175 രൂപയാണ് ആകെ വന്നത്. പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ നമുക്ക് 6ന്റെ ഗുണന പട്ടിക തന്നിട്ടുണ്ട്. 1 ഗുണിക്കണം 6 6, 2 ഗുണിക്കണം 6 12, 3 ഗുണിക്കണം 6 18, 4 ഗുണിക്കണം 6 24, 5 ഗുണിക്കണം 6 30, 6 ഗുണിക്കണം 6 36, 7 ഗുണിക്കണം 6 സമം 42, 8 ഗുണിക്കണം 6 48, 9 ഗുണിക്കണം 6 54. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിനെ തന്നെ നമ്മൾ 10 20 30 40 അങ്ങനെ എഴുതുമ്പോൾ എന്താ ചെയ്യുന്നത് മക്കളെ? ഈ 0 നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ഉത്തരത്തിലേക്ക് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതായത് 10 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 60 എങ്ങനെയായത്? അതിൽ 1 ഗുണിക്കണം 6 എന്ന് വെച്ചാൽ 6 ആണ്. അപ്പൊ ഈ 10ന്റെ ഈ 0 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക, 60. പിന്നെ 20 ഗുണിക്കണം 6 എങ്ങനെ കാണാം? 2 ഗുണിക്കണം 6 12 ആണ്. 20ന്റെ ഈ 0 കൂടെ ഇടുമ്പോൾ 120. 30 ഗുണിക്കണം 6 എങ്ങനെ കാണാം? 3 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. 30ന്റെ 0 കൂടെ ഇട്ട് കൊടുക്കുക, 180. 40 ഗുണിക്കണം 6, 4 ഗുണിക്കണം 6 സമം 24 ആണ്. 40ന്റെ 0 കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ 240. 50 ഗുണിക്കണം 6, 5 ഗുണിക്കണം 6 സമം 30 ആണ്. 5ന്റെ 50ന്റെ 0 കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ 300. 60 ഗുണിക്കണം 6 എങ്ങനെ കാണാം? 6 ഗുണിക്കണം 6 സമം 36 ആണ്. 60ലെ 0 കൂടെ ഇട്ട് കൊടുക്കുക, 360. 70 ഗുണിക്കണം 6, 7 ഗുണിക്കണം 6 എന്ന് പറയുന്നത് 42 ആണ്. 70ന്റെ 0 കൂടെ ഇടുമ്പോൾ 420. പിന്നെ 8 ഗുണിക്കണം 6, 80 ഗുണിക്കണം 6. 8 ഗുണിക്കണം 6 എന്ന് പറയുന്നത് 48 ആണ്. 80ന്റെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക, അപ്പൊ 480. 90 ഗുണിക്കണം 6 എങ്ങനെ കാണാം? 9 ഗുണിക്കണം 6 സമം 54 ആണ്. 90ലെ 0 കൂടെ ഇട്ട് കൊടുക്കുക, അപ്പോൾ 540 ആണ് ഉത്തരം. 44 ഗുണിക്കണം 6 മനക്കണക്കായി ഉത്തരം കണ്ടെത്താമോ? 40 ഗുണിക്കണം 6 എന്ന് വെച്ചാൽ 4 ഗുണിക്കണം 6 സമം 24 ആണ്. അപ്പൊ 240 ആണ്. അപ്പൊ 4 ഗുണിക്കണം 6 എന്ന് വെച്ചാലോ 24. അപ്പോ 44 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 240 കൂട്ടണം 24 സമം 264 ആണ് ഉത്തരം. ഇതുപോലെ 7 8 9 എന്നീ സംഖ്യകളുടെ ഗുണനക്രിയകൾ എഴുതൂ. സുഖമല്ല മക്കളെ. 7ന്റേത് നമുക്ക് ആദ്യം 1 ഗുണിക്കണം 7 സമം 7, 2 ഗുണിക്കണം 7 സമം 14, അങ്ങനെ 7ന്റെ ഗുണനപ്പട്ടിക മുഴുവൻ എഴുതിയിട്ടുണ്ട്. നമുക്കതിനെ 10ന്റെ രീതിയിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ ചെയ്യാം? അതായത് 10 ഗുണിക്കണം 7 70 ആവും. 20 ഗുണിക്കണം 7 140, 30 ഗുണിക്കണം 7 210, അങ്ങനെ ഇങ്ങനെ വരും കേട്ടോ. 8ന്റേതാവുമ്പോഴും അതുപോലെ തന്നെ 1 ഗുണിക്കണം 8 8 ആണ്. 2 ഗുണിക്കണം 8 16, 3 ഗുണിക്കണം 8 24, അങ്ങനെ വരും. 10 ഗുണിക്കണം 8 80 വരെ വരും. അപ്പൊ നമ്മൾ 10ന്റെ രീതിയിലേക്ക് എഴുതുമ്പോൾ 10 ഗുണിക്കണം 8 80, 20 ഗുണിക്കണം 8 160, പിന്നെ 30 ഗുണിക്കണം 8 240, 40 ഗുണിക്കണം 8 320, അങ്ങനെ വരും കേട്ടോ. ഉത്തരത്തിലേക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. 9ന്റേത് 1 ഗുണിക്കണം 9 9 ആണ്. 2 ഗുണിക്കണം 9 18, 3 ഗുണിക്കണം 9 27. അത് തന്നെ നമ്മൾ 10ന്റെ രീതിയിലേക്ക് വരുമ്പോൾ 10 ഗുണിക്കണം 9 90, 20 ഗുണിക്കണം 9 180, 30 ഗുണിക്കണം 9
270 അങ്ങനെ അങ്ങനെ ഓരോ 0 കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഉത്തരമായി. മനക്കണക്കായി ചെയ്യൂ. 110 ഗുണിക്കണം 6 എങ്ങനെ ചെയ്യാം? 100 ഗുണിക്കണം 6 സമം 600 ആണ്. 10 ഗുണിക്കണം 6 സമം 60 ആണ്. അപ്പൊ 110 ഗുണിക്കണം 6 പറയുമ്പോൾ 600 കൂട്ടണം 60 660 ആണ്. 52 ഗുണിക്കണം 6 50 ഗുണിക്കണം 6 സമം എത്രയാണ്? 300 ആണ്. 2 ഗുണിക്കണം 6 സമം 12 ആണ്. അപ്പോൾ 52 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 300 കൂട്ടണം 12 സമം 312. 38 ഗുണിക്കണം 6 30 ഗുണിക്കണം 6 എന്ന് പറയുന്നത് 180 ആണ്. 8 ഗുണിക്കണം 6 സമം 48 ആണ്. അപ്പോൾ 38 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 180 കൂട്ടണം 48 സമം 228 ആണ്. പൂക്കളം പൂർത്തിയാക്കുക. 5ന്റെ ഗുണനപ്പട്ടികയാണ് കേട്ടോ തന്നിട്ടുള്ളത്. അതായത് 5 ഗുണിക്കണം നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. 5 ഗുണിക്കണം 3 ആണ് 15. 5 ഗുണിക്കണം 7 ആണ് 35. 5 ഗുണിക്കണം 6 എത്രയാണ്? 30 ആണ്. അതുപോലെ 5 ഗുണിക്കണം 17 85 ആണ്. പിന്നെ 5 ഗുണിക്കണം 10 ആണ് 50. 5 ഗുണിക്കണം 15 വരുമ്പോൾ എത്ര വരും? 5 ഗുണിക്കണം 10 50 ആണ്. 5 ഗുണിക്കണം 5 25 ആണ്. അപ്പം 5 ഗുണിക്കണം 15 എന്ന് പറയുമ്പോൾ 50 കൂട്ടണം 25 സമം 75 ആണ്. പിന്നെ 5 ഗുണിക്കണം എത്രയാണ്? 40. 5 ഗുണിക്കണം 7 ആണ് 40 വരുന്നത്. 5 ഗുണിക്കണം 8 ആണ് 40 വരുന്നത്. പിന്നെ 5 ഗുണിക്കണം 12 എത്രയാണ് മക്കളെ? 5 ഗുണിക്കണം 10 50 ആണ്. 5 ഗുണിക്കണം 2 10 ആണ്. അപ്പൊ 5 ഗുണിക്കണം 12 സമം 70 ആണ്. 50 ഗുണിക്കണം 10 സമം 60 ആണ് കേട്ടോ. ക്രമം തുടരുക. ഞാനിവിടെ കുറച്ച് പാറ്റേണുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. പൂർത്തിയാക്കി നോക്കാം. ഒന്നാമത്തേത് 3 6 9 3ന്റെ ഗുണനപ്പട്ടികയാണ്. അപ്പൊ 3 6 9 12 15 18. പിന്നെ 4ന്റെയാണ് 4 8 12 16 20 24 28. പിന്നെ 27 36 45. അവിടെ 9ന്റെ ഗുണനപ്പട്ടികയാണ് കേട്ടോ വരുന്നത്. 9 വീതമാണ് കൂടി പോകുന്നത്. അപ്പോൾ 27 36 45 54 63 72. പിന്നെ 45 40 35. അവിടെ 5 വീതം കുറഞ്ഞാണ് വരുന്നത്. 30 25 20. 15 30 45. അവിടെ 15 വീതം കൂടിയാണ് വരുന്നത്. 45 കഴിഞ്ഞാൽ പിന്നെ 60 60 കഴിഞ്ഞാൽ 75 75 കഴിഞ്ഞാൽ 90. അവസാനത്തേത് 100 200 300 400. ഇവിടെ 100 വീതമാണ് കൂടുന്നത്. 500 600 700. ഇനി ഞാൻ കണ്ടെത്തിയ പാറ്റേൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 പാറ്റേൺസ് നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഞാൻ എഴുതിയത് നോക്കൂ. 7 14 21 28. 7ന്റെ പാറ്റേൺ ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ 20 40 60 80. 20 വീതമാണ് കൂടി പോകുന്നത്. പിന്നെ അതുപോലെ 55 50 45 40. 5 വീതം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 10 110 210 310 410. അവിടെ 100 വീതമാണ് കൂടുന്നത്. ഗണിതമേള. മീനുവിന്റെ സ്കൂളിലെ ഗണിതമേളയോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ 6 കുട്ടികൾ ജയിച്ചു. അവർക്ക് സമ്മാനമായി പുസ്തകം കൊടുത്തു. ഒരു പുസ്തകത്തിന് 100 രൂപയാണ് വില. 6 വാങ്ങിയപ്പോൾ ഒന്നിന് 5 രൂപ വീതം കുറച്ചു. ആകെ എത്ര രൂപ കൊടുത്തു? എങ്ങനെ കാണാം? ഒരു പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പൊ 6 വാങ്ങിയപ്പോൾ ഒന്നിന് 5 രൂപ വീതം കുറച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നിന് 95 രൂപയാണ് വില വന്നത്. അങ്ങനെയുള്ള 6 പുസ്തകങ്ങളാണ് വാങ്ങിയത്. അപ്പൊ 95 കൂട്ടണം 95 കൂട്ടണം 95 കൂട്ടണം 95 കൂട്ടണം 95. അങ്ങനെ 6 തവണ 95 കൂട്ടി നോക്കിയാൽ മതി. അല്ലെങ്കിൽ 6 ഗുണിക്കണം 95 ചെയ്താലും മതി. എങ്ങനെ കാണാം മക്കളെ? നമുക്ക് 90 ഗുണിക്കണം 6 95 ഗുണിക്കണം 6 ചെയ്യേണ്ടത്. 90 ഗുണിക്കണം 6 സമം എത്രയാണ്? 50 ഗുണിക്കണം 6 എന്ന് പറയുന്നത് 54 ആണ്. അപ്പൊ 90 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 540. പിന്നെ 5 ഗുണിക്കണം 6 സമം 30 ആണ്. അപ്പൊ 95 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 540 കൂട്ടണം 30. ആകെ 570 രൂപയാണ് ആയത്. ഒരു പുസ്തകത്തിന് കൊടുത്ത വില 95 രൂപയാണ്. പുസ്തകങ്ങളുടെ എണ്ണം 6 ആണ്. ആകെ വില 570 ആണ്. പുസ്തകങ്ങളുടെ വിലയായി കച്ചവടക്കാരന് ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തിരിക്കുക? 570 ആണ് ആകെ ആയിട്ടുള്ളത്. അപ്പൊ 570 ഏതൊക്കെ രീതിയിൽ കൊടുക്കാം? ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 500ന്റെ 1 രൂപ ഒരെണ്ണം. അപ്പോൾ 500 രൂപയായി. പിന്നെ 50ന്റെ ഒരെണ്ണം. അപ്പൊ 50 ആയി.
10ന്റെ 2 20. അപ്പോൾ ആകെ 500 കൂട്ടണം 50 കൂട്ടണം 20 സമം 570 ആയില്ലേ. ഇനി നമ്മളോട് മറ്റൊരു രീതിയിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഞാൻ എടുത്തിരിക്കുന്നത് 200ന്റെ 2 കൊടുത്തു. അപ്പോൾ ആകെ 200 കൂട്ടണം 200 400 ആയി. 100ന്റെ 1 കൊടുത്തു, അപ്പോൾ തുക 100. പിന്നെ 50ന്റെ 1 കൊടുത്തു 50, 20ന്റെ 1 കൊടുത്തു 20. ആകെ എത്ര വന്നു? 400 കൂട്ടണം 100 കൂട്ടണം 50 കൂട്ടണം 20 സമം 570. കച്ചവടക്കാരന് കൊടുത്തത് 10 നോട്ടുകളാണ്. ഏതൊക്കെ നോട്ടുകളായിരിക്കും കൊടുത്തത്? എങ്ങനെ കാണാം മക്കളെ? ആകെ 10 നോട്ടുകളാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഏതൊക്കെയായിരിക്കാം? 100ന്റെ 5 നോട്ടുകൾ 500 രൂപയായേ. പിന്നെ 20ന്റെ 2 നോട്ടുകൾ, അപ്പോൾ 40 രൂപ. 10ന്റെ 3 നോട്ടുകൾ 30 രൂപ. നോക്കിക്കേ, ആകെ എണ്ണം എത്രയായി? 5 100 രൂപയും 2 20 രൂപയും 3 10 രൂപയും. ആകെ 10 നോട്ടുകളായില്ലേ. തുക ആകെ 570 അല്ലേ. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ക്രിസ്മസ് ട്രീ. മീനു ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിനായി അലങ്കാര സെറ്റുകൾ 3 പാക്കറ്റ് വാങ്ങി. ഒരു പാക്കറ്റിന് 98 രൂപയാണ് വില. ആകെ എത്ര രൂപയായി? അപ്പൊ 98 ഗുണിക്കണം 3 ചെയ്യേണ്ടത്. എങ്ങനെ കാണാം മക്കളെ? നമുക്ക് 90 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ എത്രയാണ്? 9 ഗുണിക്കണം 3 സമം 27. അപ്പോൾ 90 ഗുണിക്കണം 3 എന്ന് പറയുമ്പോൾ 270. 8 ഗുണിക്കണം 3 എത്രയാണ്? 24. അപ്പോൾ 270 കൂട്ടണം 24, അതായത് 294 രൂപയാണ് ആകെ ആയത്. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. ഫുട്ബോൾ സ്റ്റേഡിയം. ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു വരിയിൽ 99 പേർക്കിരിക്കാം. സ്റ്റേഡിയത്തിന് 10 വരികളാണുള്ളത്. ആകെ എത്ര പേർക്കിരിക്കാം? അപ്പോൾ ഒരു വരിയിൽ 100 സീറ്റായിരുന്നു. എങ്ങനെ കാണാം നമുക്ക്? 99 ഗുണിക്കണം 10 ചെയ്താൽ മതി. അത് സിമ്പിൾ അല്ലേ. 10നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും സിമ്പിളാണ്. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 990 ഉത്തരം. ഒരു വരിയിൽ 100 സീറ്റായിരുന്നെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാമായിരുന്നു? അപ്പൊ 100 ഗുണിക്കണം 10 ചെയ്താൽ മതി. 100 ഗുണിക്കണം 10 സമം 1000 പേർക്ക് ഇരിക്കാമായിരുന്നു. സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയുവാൻ ഓരോ വരിയിൽ നിന്നും 4 വീതം സീറ്റുകൾ ഇളക്കി മാറ്റിയാൽ സ്റ്റേഡിയത്തിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരിക്കും? അപ്പോൾ 9 സീറ്റാണ് ഒരു വരിയിലുള്ളത്. അതിൽ 4 ഒഴിവാക്കിയല്ലേ ഓരോ വരിയിൽ നിന്നും. അപ്പൊ 99 കുറയ്ക്കണം 4 സമം 95 സീറ്റായി ഒരു വരിയിൽ. 95 ഗുണിക്കണം 10 സമം 950 ഉത്തരം. ചോദ്യം 2. ഏതു തീയതി? 2024 ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച 7-ാം തീയതിയാണ്. 4ാമത്തെ തിങ്കളാഴ്ച ഏത് തീയതിയാണ്? സിമ്പിൾ അല്ലേ മക്കളെ. ഓരോ ആഴ്ചയിലും 7 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ 7 വീതം കൂട്ടിപ്പോയാൽ തൊട്ടടുത്തുള്ള ദിവസത്തേക്ക് എത്താൻ പറ്റുമല്ലോ. തൊട്ടടുത്ത ആഴ്ചയിലുള്ള ദിവസത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യത്തെ തിങ്കളാഴ്ച 7 ആണെങ്കിൽ രണ്ടാമത്തെ തിങ്കളാഴ്ച 7 കൂട്ടണം 7 14. മൂന്നാമത്തെ തിങ്കളാഴ്ച 14 കൂട്ടണം 7 21. നാലാമത്തെ തിങ്കളാഴ്ച 21 കൂട്ടണം 7 28. ചോദ്യം 3. എത്ര വാഴ? മീനു തന്റെ വാഴത്തോട്ടത്തിൽ ഒരു വരിയിൽ 7 വാഴ നട്ടു. ഇത്തരം 8 വരികളിലായി എത്ര വാഴ നടാം? അപ്പോൾ 7 ഗുണിക്കണം 8 ചെയ്ത് നോക്കിയാൽ മതി. 7 ഗുണിക്കണം 8 സമം എത്രയാണ് മക്കളെ? 56 വാഴകളാണ് നടാൻ പറ്റുന്നത്. ഇനി ഒരു വരിയിൽ 9 വാഴ വീതം നട്ടാൽ ആകെ എത്ര വാഴ നടാം? ആകെ 8 വരികളാണുള്ളത്. 9 വാഴയാണ് ഒരു വരിയിൽ നടുന്നത്. അപ്പോൾ 9 ഗുണിക്കണം 8 ചെയ്താൽ മതി. എത്ര വാഴ നടാം? 72 വാഴകൾ വീതം നടാം. ചോദ്യം 4. ഗണിത ക്വിസ്. മീനുവിന്റെ സ്കൂളിലെ ഈ മാസത്തെ ഗണിത ക്വിസിൽ 8 പേരാണ് ജയിച്ചത്. അവർക്ക് പഠനോപകരണ കിറ്റ് സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു. കിറ്റിലെ 6 ഇനങ്ങൾക്ക് മിക്കി സ്റ്റോഴ്സിലെയും ഡോറ സ്റ്റോഴ്സിലെയും വില താഴെ കൊടുക്കുന്നു. നോക്കിക്കേ, ഈ പട്ടികയിലുണ്ട്. പെൻസില് മിക്കി സ്റ്റോഴ്സിൽ 5 രൂപയാണ്, ഡോറ സ്റ്റോഴ്സിൽ 4 രൂപയാണ്. പേനയ്ക്ക് മിക്കി സ്റ്റോഴ്സിൽ 8 രൂപയാണ്, ഡോറ സ്റ്റോഴ്സിൽ 10 രൂപയാണ്. റബ്ബർ കട്ടയ്ക്ക് മിക്കി സ്റ്റോഴ്സിൽ 3 രൂപയും ഡോറ സ്റ്റോഴ്സിൽ 3 രൂപയുമാണ്. രണ്ടിലും സെയിം ആണ്. ഇനി സ്കെയിലിന് മിക്കി സ്റ്റോഴ്സിൽ 7 രൂപ, ഡോറ സ്റ്റോഴ്സിൽ 9 രൂപ. സ്കെച്ച് പാക്കറ്റിന് 30 രൂപ മിക്കി സ്റ്റോഴ്സിൽ, 27 രൂപ ഡോറ സ്റ്റോഴ്സിൽ. ക്രയോൺ പാക്കറ്റിന് മിക്കി സ്റ്റോഴ്സിൽ 10 രൂപ, ഡോറ സ്റ്റോഴ്സിൽ 8 രൂപ. ചോദ്യം നോക്കിക്കേ. ചോദ്യം 1. സമ്മാനങ്ങൾ ഏത് കടയിൽ നിന്നും വാങ്ങുന്നതാണ് മെച്ചം? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാതും കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി അല്ലേ. മിക്കി സ്റ്റോഴ്സിൽ 6 ഇനങ്ങൾക്ക് ആകെ വരുന്ന തുക എത്രയാണ്? 5 കൂട്ടണം 8 കൂട്ടണം 3 കൂട്ടണം 7 കൂട്ടണം 30 കൂട്ടണം 10 ചെയ്താൽ മതി. കൂട്ടുമ്പോൾ ആകെ 63 രൂപയാണ് ഈ 6 ഇനങ്ങൾക്ക് വരുന്നത്. ഇനി ഡോറ സ്റ്റോഴ്സിൽ 6 ഇനങ്ങൾക്ക് വരുന്നത് 4 കൂട്ടണം 10 കൂട്ടണം 3 കൂട്ടണം 9 കൂട്ടണം 27 കൂട്ടണം 8 ആണ്. കൂട്ടി നോക്കുമ്പോൾ ആകെ 61 രൂപയാണ് വരുന്നത്. അപ്പൊ ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം. അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ.
8 പേർക്കുള്ള സമ്മാനം ഡോറ സ്റ്റോഴ്സിൽ നിന്നും വാങ്ങിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? അപ്പോൾ ഒരാൾക്ക് 61 രൂപയാണ് ആവുന്നത്. 8 പേർക്ക് എത്രയാവും? 8 ഗുണിക്കണം 61 ചെയ്താൽ മതി അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? 60 ഗുണിക്കണം 8 എത്രയാണ്? 6 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 48 അപ്പോൾ 60 ഗുണിക്കണം 8 480. 1 ഗുണിക്കണം 8 8. അപ്പോൾ ആകെ 480 കൂട്ടണം 8 സമം 488 രൂപയാണ് ആവുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മിക്കി സ്റ്റോഴ്സിൽ നിന്നാണെങ്കിലോ? മിക്കി സ്റ്റോഴ്സിൽ ആകെ വരുന്നത് 63 രൂപയാണ് അല്ലേ? അപ്പോൾ 63 ഗുണിക്കണം 8 ചെയ്താൽ മതി. 60 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ 6 ഗുണിക്കണം 8 48. അപ്പോൾ 60 ഗുണിക്കണം 8 480. 3 ഗുണിക്കണം 8 സമം 24. അപ്പോൾ ആകെ 480 കൂട്ടണം 24. മിക്കി സ്റ്റോഴ്സിൽ നിന്നാണെങ്കിൽ 504 രൂപയാവും. നാലാമത്തെ ചോദ്യം നോക്കൂ. വില വിവരം നോക്കി 2 കടകളിൽ നിന്നുമായാണ് സാധനങ്ങൾ തിരഞ്ഞെടുത്തത്. വാങ്ങിയ സാധനങ്ങളുടെ പട്ടിക പൂർത്തിയാക്കുക. അത് സിമ്പിളാണ്. എന്താണ്? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏറ്റവും കുറവ് ഏതൊക്കെ കടകളിലാണ്, ആ കടകളിൽ നിന്ന് കുറവുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി അല്ലേ? നമുക്ക് എങ്ങനെ പട്ടിക പൂർത്തിയാക്കാം മക്കളെ? പെൻസില് ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങി, അപ്പോൾ 4 രൂപ അല്ലേ? 5 രൂപയാണ് മിക്കി സ്റ്റോഴ്സിൽ, അപ്പോൾ ഡോറ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങി. പിന്നെ പേന 8 രൂപയാണ് മിക്കിയിൽ, ഡോറയിൽ 10, അപ്പോൾ മിക്കി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങി. റബ്ബർ കട്ട എവിടെ നിന്ന് വാങ്ങിയാലും കുഴപ്പമില്ല, രണ്ടിടത്തും 3 രൂപ തന്നെയാണ്. സ്കെയില് ലാഭം മിക്കി സ്റ്റോഴ്സിൽ നിന്നാണ്, അപ്പോൾ മിക്കി സ്റ്റോഴ്സിൽ നിന്ന് സ്കെയിൽ വാങ്ങി. പിന്നെ സ്കെച്ച് പെന്ന് ലാഭം ഡോറ സ്റ്റോഴ്സിൽ നിന്നാണ്, ഡോറ സ്റ്റോഴ്സിൽ നിന്ന് സ്കെച്ച് പെൻ വാങ്ങി. ക്രയോൺ ലാഭം ഡോറ സ്റ്റോഴ്സിൽ നിന്നാണ്, അവിടെ നിന്ന് ക്രയോൺസ് വാങ്ങി. അപ്പം ഇങ്ങനെയായിരിക്കും വാങ്ങിയ സാധനങ്ങളുടെ പട്ടിക വരുന്നത്. ആകെ 57 രൂപയായിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട് അവിടെ. 8 കിറ്റിനായി എത്ര രൂപ ചെലവായി? 57 ഗുണിക്കണം 8 ചെയ്ത് നോക്കിയാൽ മതി. 5 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 40. അപ്പം 50 ഗുണിക്കണം 8 സമം 400. 7 ഗുണിക്കണം 8 സമം എത്രയാണ് മക്കളെ? 56. അപ്പോൾ ആകെ 400 കൂട്ടണം 56 സമം 456 രൂപയായി. ചോദ്യം 5. കളം പൂർത്തിയാക്കാം. ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. വരിയായും നിരയായും ഗുണിക്കണം. അതായത് എങ്ങനെയാ ചെയ്യേണ്ടത് മക്കളെ? നമുക്കിവിടെ 2, 3, 1, 3 എന്നിങ്ങനെ ഒരുപാട് സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 ഗുണിക്കണം 3 സമം എത്രയാണ്? 2ലേക്ക് 3 ഗുണിച്ചാൽ 6. പിന്നെ അടുത്തത് താഴേക്ക് നോക്കാം. ഇനി 2 ഗുണിക്കണം 1 സമം 2. പിന്നെ 3 ഗുണിക്കണം 3 സമം 9. പിന്നെ ഇവിടെയുള്ള നോക്കിക്ക് 1 ഗുണിക്കണം 3 സമം 3. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ 2 ഗുണിക്കണം 9 സമം 18 തന്നെയല്ലേ? ഇനി അടുത്ത കളം എങ്ങനെ വരാം? 24 ഉത്തരമായി വരുന്ന രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അവസാനത്തെ കളത്തിൽ നമുക്ക് 24 തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ 24ന്റെ ഗുണനഫലങ്ങളായി വരുന്ന സംഖ്യകൾ ഒരുപാടുണ്ട്. നമുക്ക് അതിലൊന്ന് എടുക്കാം. 6 ഗുണിക്കണം 4 ചെയ്ത് നോക്കാം അല്ലേ? 6 ഗുണിക്കണം 4 24 അല്ലേ? ഇനി ഇവിടെ 6 ഉത്തരമായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 3 ഗുണിക്കണം 2 ചെയ്യാം. ഓക്കെ, 3 ഗുണിക്കണം 2. ഇനി ഇവിടെ താഴേക്കും അതുപോലെ 24 വരുന്ന മറ്റ് സംഖ്യകൾ നോക്കണം. അങ്ങനെ വരുന്ന 2 സംഖ്യകളാണ് 3, 8 അല്ലെ? 3 ഗുണിക്കണം 8 24. അപ്പൊ നമുക്കിവിടെ 3 ഗുണിക്കണം 8 എന്ന് എഴുതി കൊടുക്കാം. ഇനി 3ലേക്ക് എത്ര ഗുണിച്ചാലാണ് മക്കളെ 3 കിട്ടുക? സിമ്പിൾ ആണല്ലേ? 3ലേക്ക് 1 ഗുണിച്ചാലാണ്, 3നെ 1 കൊണ്ട് ഗുണിച്ചാലാണ് 3 കിട്ടുക. അപ്പൊ ഇവിടെ 1 ആയിരിക്കും. 3 ഗുണിക്കണം 1 സമം 3. ഇനി 2നോട് എത്ര ഗുണിച്ചാലാണ് 8 കിട്ടുക? അതും സിമ്പിൾ ആണ്. 2നോട് 4 ഗുണിക്കുമ്പോഴാണ് 8 വരിക. അപ്പൊ 2 ഗുണിക്കണം 4 സമം 8. ഇങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കുക കേട്ടോ. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. സമ്മാനം നേടാം. മീനുവിനെ സമ്മാനത്തിനടുത്തെത്തിക്കൂ. എങ്ങനെ പോവേണ്ടത് മക്കളെ? 6ന്റെ ഗുണനത്തിലൂടെ പോയാൽ മതി. അപ്പൊ നമുക്ക് എളുപ്പം എത്താൻ പറ്റും. അപ്പൊ 6ന്റെ ഗുണനപ്പട്ടിക ഞാനിതാ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പോയി നോക്കുക. ആദ്യം 6ലേക്ക്, പിന്നെ 12, പിന്നെ 18, 24, 30, 36, 42, 48 അങ്ങനെ പോയാൽ സമ്മാനത്തിനടുത്തെത്തിയില്ലേ? അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാവേ. താങ്ക്